ഗുഡ് ഈവനിങ്. നമുക്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദിക്കുക. പോസുമായിട്ട് നമ്മളൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ പോസുമായിട്ട്? ഇല്ലെങ്കിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഗൂഗിളിൽ നിന്നാണ് ഈ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കുന്നത്. ഇതിൽ നമുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട് ശരിക്ക്. മെറ്റാഡ്സ് എന്ന് പറഞ്ഞിട്ട് മെറ്റ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനും വേണ്ടിയിട്ട് ആഡ്സ് മാനേജർ ആണ് ഓപ്പൺ ആക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഉണ്ടാവുക. ആക്ച്വലി പുതിയ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ക്യാമ്പയിൻ ഒന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക് ആയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും വരൽ ഇവിടെ അക്കൗണ്ട് ഓവർവ്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് വരിക. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. നിങ്ങളിതിൽ വെരിഫിക്കേഷന് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് വരിക. നമ്പർ വെരിഫിക്കേഷന്, കൺഫർമേഷന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് വരുന്ന പറഞ്ഞാൽ ക്യാമ്പയിൻസ് ആണ്. ഈ ക്യാമ്പയിൻസിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് പുതിയ ക്യാമ്പയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ ആഡ്സ്, റിപ്പോർട്ടിങ്, ഓഡിയൻസസ്, പിന്നെ ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്, അഡ്വർടൈസ്മെന്റ് സെറ്റിങ്സ്, ഇവന്റ് മാനേജർ. പിന്നെ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന പറഞ്ഞാൽ നമുക്ക് അത്രയും സമയമില്ല. ഒരു 1 hour മാത്രമാണ് നമ്മൾ ഈ ഒരു ലൈവ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡിംഗ് ആയിട്ട് നേരെ തരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ബേസിക് മുതൽ ഓരോ ക്യാമ്പയിനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലെസണുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എല്ലാ ക്യാമ്പയിനും ബേസിക് ആയിട്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഒരു മാറ്റങ്ങൾ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഏതൊക്കെ ക്യാമ്പയിൻ ടൈപ്പുകൾ ഉണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ ഈ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ക്യാമ്പയിനുകൾ വരുന്നുണ്ട്. അപ്പോൾ പല ആളുകളും ഫസ്റ്റ് കാണുന്ന ക്യാമ്പയിന് വെച്ചിട്ട് റൺ ചെയ്യണം, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓരോ ക്യാമ്പയിനും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം എന്തൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ളത്. ഇതിൽ അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഷോ യുവർ ആഡ്സ് ടു പീപ്പിൾ ഹു ആർ മോസ്റ്റ് ലൈക്ലി റിമെമ്പർ. അപ്പോൾ നമ്മളെ ആഡ് ഒന്ന് ജസ്റ്റ് ഷോ ചെയ്യാനും വേണ്ടി മാത്രമാണ്. അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുന്ന ഒരു ഷോപ്പ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് എന്നുള്ളത് ആളുകളെ അറിയിക്കൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ന്യൂസ് പേപ്പറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പിന്നെ ഒരു നോട്ടീസ് കിട്ടിയിരുന്നു. അതേ രൂപത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് ഇതും ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ബ്രാൻഡ് അവയർനെസ് ഇവിടെ ഉണ്ട്.
പിന്നെ കുറച്ച് ആളുകളിലോട്ട് റീച്ച് ചെയ്യുക. പിന്നെ അതേപോലെ നമ്മളെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്റ്റോറിൻ്റെ ലൊക്കേഷൻ എവിടെയെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു അവയർനെസ് ക്യാമ്പയിൻ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ട്രാഫിക്കാണ്. ട്രാഫിക് എന്ന് പറയുമ്പോൾ നമുക്ക് ആളുകളുടെ ഇടയിൽ ഒരു ട്രാഫിക് ഉണ്ടാക്കാൻ വേണ്ടി, അതായത് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുക, അതേപോലെ നമ്മളെ ആപ്പ് യൂസ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അതിൽ ട്രാഫിക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ആളുകൾ ലിങ്ക് ക്ലിക്ക് ചെയ്യും. പിന്നെ അതേപോലെ നമ്മൾ എന്തെങ്കിലും വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് പേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ആളുകൾ എന്ത് ചെയ്യും, കയറിയിട്ട് അതിൽ അറ്റൻഡ് ചെയ്യും. പിന്നെ അതേപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റ് ചെയ്യും. പിന്നെ കൂടാതെ നമുക്ക് കൺവേർഷൻസ്, അതായത് നമുക്ക് മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, പിന്നെ കോള് രൂപത്തിലൊക്കെ എന്ത് ചെയ്യും, നമുക്ക് കൺവേർഷൻസ് ആയിട്ട് വരും. അടുത്തതായിട്ടുള്ളത് പറയുകയാണെങ്കിൽ എൻഗേജ്മെന്റ് ആണ്. ഇബ്രാഹിം ജി ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ അവയർനെസ് ക്യാമ്പയിൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫ്രഷ് ആയിട്ടൊരു ഫേസ്ബുക്കിന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ഓക്കെ, ബിസിനസ് അക്കൗണ്ട്. അപ്പോൾ അതിലേക്ക് എനിക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുമോ? ട്രാഫിക്കിനെ കൊണ്ടുവരാൻ പറ്റുമോ അവയർനെസ് ക്യാമ്പയിനും കൊണ്ട്? അല്ല, അവയർനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്ക് അതിലേക്ക് കൊണ്ടുവരാനല്ല. അവയർനെസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു ബ്രാൻഡ് അവയർനെസ് ആണ്. ഇപ്പൊ നിങ്ങളൊരു ഷോപ്പോ കാര്യങ്ങളോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് പുറത്തുള്ള ആളുകളെ ഒന്ന് ജസ്റ്റ് അറിയിക്കാനും വേണ്ടിയിട്ട് അവയർനെസ്. ട്രാഫിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അല്ല, വെബ്സൈറ്റിലേക്കല്ല, ഇപ്പൊ എന്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ആണ്. അപ്പൊ അതിലേക്ക് എനിക്ക് ആൾക്കാരെ ലൈക്സും ഫോളോവേഴ്സും കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ക്യാമ്പയിൻ റൺ ചെയ്യാൻ പറ്റും? ഇല്ല, ഫേസ്ബുക്ക് നമുക്ക് പറ്റൂല. ഫേസ്ബുക്കിന്റെ പേജ് നമുക്ക് കണക്ട് ചെയ്യാം. ഫേസ്ബുക്കിന്റെ പേജ് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എൻഗേജ്മെന്റും അതേപോലെ തന്നെ നമുക്ക് മെസ്സേജ് കൺവേർഷൻസ് ആണ്. അതായത് നമുക്ക് എൻഗേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെ നമ്മളെ ഫേസ്ബുക്ക് പേജിൽ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്ത് ചെയ്യും, ഫോളോവേഴ്സ്, ലൈക്ക് കാര്യങ്ങൾ അത് വരുന്നോട് കൂടിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിൽ കൺവേർഷൻസും വരും. കൺവേർഷൻസ് പറഞ്ഞാൽ വാട്സപ്പിൽ എൻക്വയറീസ് ആയിട്ട് പിന്നെ കോളായിട്ട് ഒക്കെ നമുക്ക് വരും. എൻഗേജ്മെന്റ് ആണ് ബെറ്റർ അല്ലേ? ഇത് മെസ്സേജ് കൺവേർഷൻസിന് എൻഗേജ്മെന്റ് ആണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതുപോലെ നമുക്ക് നെക്സ്റ്റ് ഒരു ക്യാമ്പയിൻ എന്ന് പറയുകയാണെങ്കിൽ ലീഡ്സ് ആണ്. ലീഡ്സിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ കളക്ഷൻ ആണ്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, കളക്ട് ലീഡ്സ് ഫോർ യുവർ ബിസിനസ് ഓർ ബ്രാൻഡ്. ഇപ്പോൾ നമ്മളെ ഈ ഒരു ബിസിനസ്സിന് വേണ്ടി ആളുകളെ ഡാറ്റ കളക്ട് ചെയ്യാണ് ഈ ഒരു ലീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് പല രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റന്റ് ഫോം എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പല പരസ്യങ്ങളിലും കാണും പല ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിട്ട് വരുന്നത്. അത് ഈ ഒരു ലീഡ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് കൺവേർഷൻസ്, അതായത് പിന്നെ ഇതിൽ ലാസ്റ്റ് നമുക്ക് മെസ്സഞ്ചറിൽ പിന്നെ എൻക്വയറീസ് ആയിട്ട്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പിലൊക്കെ എൻക്വയറീസ് ആയിട്ടുള്ള രൂപത്തിലും എന്ത് ചെയ്യും, പിന്നെ നമുക്ക് എൻക്വയറീസ് വരും. പിന്നെ കൺവേർഷൻസ് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, അതുപോലെ കോളായിട്ടും വരും. അടുത്തൊരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ആപ്പ് പ്രൊമോഷനാണ്. ആപ്പ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമ്മളെടുത്തിപ്പോൾ എന്തെങ്കിലും മൊബൈൽ ആപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകളിലോട്ട് റീച്ച് ആക്കാനും വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിൻ ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ അതുപോലെ ആപ്പ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഈ രണ്ട് രൂപത്തിൽ എന്ത് ചെയ്യും, ആളുകൾ വരും. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ക്യാമ്പയിൻ. സെയിൽസ് ക്യാമ്പയിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്, who are likely to purchase your product or service. നമ്മളെ പ്രോഡക്റ്റ് സർവീസ്, അതായത് ഇപ്പോൾ കൂടുതലും ഇ കൊമേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ അതുപോലെ നമ്മൾ വെബ്സൈറ്റിൽ കയറിയിട്ട് പിന്നെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനാണ് കൂടുതൽ ഈ ഒരു പിന്നെ ക്യാമ്പയിൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. ഇതാണ് ക്യാമ്പയിൻ്റെ. ഓക്കെ. പിന്നെ അതുപോലെ ഒരുപാട് ആളുകൾ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ അക്കൗണ്ടിൽ നമുക്ക് ഇപ്പോൾ കുറച്ച് ഫേസ്ബുക്ക് തന്നെ രജിസ്റ്റേർഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൽ നമുക്ക് പേജ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. പിന്നെ പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ പറ്റുന്നുണ്ട്, ചില അക്കൗണ്ടിൽ
നമുക്ക് പറ്റുന്നില്ല. നമുക്ക് വേറെ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ നമ്പർ വെരിഫിക്കേഷൻ എല്ലായിടത്തും ചെയ്യാം. അത് ഫേസ്ബുക്ക് പേജിൽ, പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ ഓവർവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യുക, എന്നാൽ മാത്രമേ ആഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ പേജ്, ഈ പേജ് തുടങ്ങണ ഇതില് പഴയ അക്കൗണ്ടിൽ വർക്ക് ആവും. എനിക്ക് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അക്കൗണ്ടിലല്ലേ? 6 month ഓൾഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ 2020-20 ആ സമയത്തുള്ള ഒരു അക്കൗണ്ടിൽ ഇങ്ങനെ ഈ സംഭവം വർക്ക് ആവും. കുറെ നമുക്ക് ഞാൻ അങ്ങനെ കുറെ ഇപ്പൊ പുതിയ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു. ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത് ഫേസ്ബുക്ക് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു ഓപ്ഷൻ എന്നാണ് എനിക്ക് ഇൻഫോ ആയിട്ട് അറിയാൻ പറ്റിയത്. പല ആളുകളും നമ്മളെ ക്ലാസ്സിൽ വന്നിട്ട് പുതിയ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അവർക്കൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ അത് കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ആണ്. ഇപ്പോൾ വേറെ അതിന് ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ പഴയ അക്കൗണ്ട് തന്നെ, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പേഴ്സണൽ ആയിട്ടുള്ള അക്കൗണ്ട് തന്നെയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു സെയിൽസ് ക്യാമ്പയിനും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്യാമ്പയിന് കാര്യങ്ങൾ. അതിൻ്റെ ഒരു പർപ്പസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്യുക. നിങ്ങളെ ബിസിനസ്സിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക. പല ആളുകളും പല രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലും നമ്മൾ പറയുന്നുണ്ട് കാര്യങ്ങൾ ആ ഒരു നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഏകദേശം എല്ലാ ക്യാമ്പയിനും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൈവിൽ. അത് കാണാൻ പറ്റാത്തവർക്ക് നമുക്ക് യൂട്യൂബ് ചാനലിൽ നമ്മൾ അതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്, അത് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡിങ് ക്ലാസ്സും കൂടി മസ്റ്റായിട്ട് നിങ്ങൾ കാണണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇത് നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ സെയിൽസ് ക്യാമ്പയിൻ ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാറ്റിനും ബേസിക് ആയിട്ടുള്ള എല്ലാ ക്യാമ്പയിനും ബേസിക് ആയിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ വരുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഓരോ ക്യാമ്പയിനിൽ വരുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്ക് തന്നെ ചെയ്യുന്നതാണ്, നമുക്ക് പിന്നെ വേറെ അവിടെ ഒന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഫിൽട്ടർ ചെയ്യാൻ പറ്റിയ രീതി എന്ന് പറഞ്ഞാൽ മാനുവൽ സെയിൽസ് ക്യാമ്പയിൻ ആണ്. ഞാൻ അതിനുവേണ്ടി മാനുവലായിട്ടൊന്ന് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് ജസ്റ്റ് കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഫേസ്ബുക്കിന് അത് നിർബന്ധമല്ല. ഞാൻ ജസ്റ്റ് ഇത്ര കൊടുക്കുന്നുള്ളൂ. നമ്മൾ അത്യാവശ്യം ഒരു ക്യാമ്പയിൻ റൺ ചെയ്യാനുള്ള പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. കുറേ നമുക്ക് അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കുറച്ച് ഒന്ന് പഠിച്ച് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്നതാവും നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ്, വേറെ കാര്യങ്ങൾ മിസ്റ്റേക്ക് വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കാണുന്ന പേജിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്യാനുള്ളൂ, പേര് മാത്രമേ ഉള്ളൂ. വേറെ നമ്മളൊന്നും ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ക്യാമ്പയിൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് വരുന്ന ഇതാണ് ആഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു ഇതാണ് ഫേസ്ബുക്കിൻ്റെ. ഇതിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ വെബ്സൈറ്റ് ഉണ്ട്, ആപ്പ് ഉണ്ട്, പിന്നെ വെബ്സൈറ്റ് ആൻഡ് ആപ്പ്, മെസ്സേജ്, ഡെസ്റ്റിനേഷൻസ്, കോൾസ്.
അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിലോട്ടാണ് ആളുകൾ കയറേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെബ്സൈറ്റ് കൊടുത്തിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ വെബ്സൈറ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഫേസ്ബുക്കിന്റെ ഒരു പിക്സൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ആ മെത്തേഡൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതും കൂടി അത് കുറച്ച് അഡ്വാൻസ് ലെവലാണ്. പിന്നെ അത് ഒന്ന് അതുപോലെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഒരു പിക്സൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മെസ്സേജ് ഡെസ്റ്റിനേഷൻസ് ആണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കോള് കാര്യങ്ങൾ കൊടുക്കാം. കോള് കൊടുക്കണമെങ്കിൽ കോളായിട്ട് വരും. പിന്നെ അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് വരുന്ന പറഞ്ഞാൽ ഫേസ്ബുക്ക് പേജാണ്. ഫേസ്ബുക്ക് പേജ് ഇവിടെയാണ് നമ്മൾ പേജുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഏത് പേജിലാണോ ക്യാമ്പയിൻ ചെയ്യേണ്ടത് ആ ഒരു പേജ് ഇവിടെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ പുറത്തൊരു ക്ലയൻറ്റിന് വേണ്ടി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, പേജ് ആദ്യം സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലയൻറ്റ് ഓൾറെഡി പിന്നെ പേജ് കാര്യങ്ങൾ നിലവിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേജിൻ്റെ ഒരു ആക്സസ് വാങ്ങിയാൽ നമുക്ക് ഇതേപോലെ ഇവിടെ കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരിക്കലും ആഡ് അക്കൗണ്ട് വെറുതെ ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല, പേജ് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പേജ് ഒന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ മെസ്സഞ്ചർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പിന്നെ അതേപോലെ വാട്സപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ 3 രീതിയിലും നമുക്ക് കൺവേർഷൻസ് വരും. അതായത് മെസ്സഞ്ചറിൽ മെസ്സേജ് ആയിട്ട് വരും, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് വരും, വാട്സപ്പിൽ വരും. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ശരിക്കും വാട്സപ്പ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളതിലൊക്കെ റീപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വാട്സപ്പ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇവിടെ നമുക്ക് വാട്സപ്പ് അറ്റ് എ ടൈമിൽ 50 നമ്പർ വരെ ആഡ് ചെയ്തിടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ ഓൾറെഡി 4 നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മൾ പിന്നെ കണക്ട് ചെയ്യാനും വേണ്ടി നോക്കണം. അതല്ലാത്ത അക്കൗണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുത്തുന്ന അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. മാക്സിമൈസ് നമ്പർ ഓഫ് പർച്ചേസസ് ഉണ്ട് ഇവിടെ, മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻസ് ഉണ്ട്, പിന്നെ മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻസ് 2 ഉണ്ട്. അതിൽ ട്രൈ ടു ഷോ. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട കൺവേർഷൻസിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ബാക്കിയുള്ളതൊന്നും നമ്മൾ കൊടുക്കണ്ട. ബാക്കിയുള്ള പിന്നെ വരുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് വരുന്ന പറഞ്ഞാൽ മാക്സിമൈസ് നമ്പർ ഓഫ് ലിങ്ക് ക്ലിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഡെയിലി യൂണിക് റീച്ച്, മാക്സിമം നമ്പർ ഓഫ് ഇംപ്രഷന്, അതിൽ നിന്നൊന്നും നമുക്ക് കൺവേർഷൻസ് വരില്ല. കൺവേർഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ എടുക്കാൻ പിന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ വരുന്ന ഈ കൺവേർഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അത് കൊടുത്തുകൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്ഷന് പല ആളുകളും മാറിയിട്ട് ചെയ്യുന്നുണ്ട് മിസ്റ്റേക്ക് ആയിട്ട്. നമ്മൾ അവിടെ അത് ചെയ്താൽ മാത്രമേ നമുക്ക് എൻക്വയറി ആയിട്ട് വാട്സപ്പിൽ വരുള്ളൂ. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഡെയിലി ബഡ്ജറ്റും ഉണ്ട്, ലൈഫ് ടൈം ബഡ്ജറ്റും ഉണ്ട്. അപ്പോൾ ഇത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസം അതിനു വേണ്ടിയിട്ട് പിന്നെ ബഡ്ജറ്റ് ഇട്ട് കൊടുക്കണം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 200 സെറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 200എങ്കിലും നമ്മൾ ചെയ്യാൻ നോക്കുക. എന്നാലാണ് ഒരു അത്യാവശ്യം ആളുകളിലോട്ടെങ്കിലും റീച്ച് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാമ്പയിന് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 200 സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് ഒരു ദിവസത്തേക്കാണ്. അതായത് ഇന്ന് പിന്നെ 12 മണി മുതൽ നാളെ 12 മണി വരെയാണ് ആ ഒരു ബഡ്ജറ്റിന്റെ സമയം വരുന്നത്. അപ്പോൾ അതിൻ്റെ അടുക്ക് ആ ഒരു 200-നുള്ള ആഡ് റൺ ചെയ്യും. ആ ഒരു എമൗണ്ട് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ ചിലപ്പോൾ ഒരു ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മളെ മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 350 വരെയൊക്കെ പോകും ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ 200-നുള്ള എന്ത് ചെയ്യും 350 വരെയൊക്കെ. അപ്പോൾ നമ്മൾ
ആ ഒരു ബാലൻസ് ഇതിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. 200 ബഡ്ജറ്റുള്ളവർ 300 എങ്കിലും നമ്മളെ പിന്നെ അക്കൗണ്ടിൽ ബഡ്ജറ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ബഡ്ജറ്റ് ആണ്. ലൈഫ് ടൈം ബഡ്ജറ്റ് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ മിനിമം ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു 1 മന്തിലോട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ ഇട്ടിട്ട് ലൈഫ് ടൈം ബഡ്ജറ്റ് ആരും ചെയ്യരുത്. അപ്പോൾ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് അവോയ്ഡ് സീറോ റിസൾട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 1 വീക്കിലോട്ടൊക്കെ ആണെങ്കിൽ ഒരു മിനിമം ഒരു 1000 എങ്കിലും വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണെങ്കിലും ഇവിടെ ബഡ്ജറ്റ് ഈസ് ടു സ്മോൾ എന്നാണ് പറയുന്നത്. വലിയൊരു എമൗണ്ട് കൊടുത്താലും നമുക്ക് ലൈഫ് ടൈം ആയിട്ട് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളൊരു 3000 കൊടുത്തപ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളടുത്ത് ചെയ്യാൻ എമൗണ്ട് കാര്യങ്ങൾ കുറവാണെങ്കിൽ നമ്മൾ ഡെയിലി ബഡ്ജറ്റിൽ ചെയ്യുന്ന ഏറ്റവും നല്ലത്. പിന്നെ അതിന് നമുക്ക് വരുന്ന ഒരു റവന്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആണ് ആഡ് നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫ് ടൈം ബഡ്ജറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ന് എൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഡെയിലി ബഡ്ജറ്റ് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് പറഞ്ഞാൽ ലൊക്കേഷൻ ആണ്. ഇപ്പോൾ കേരള കൊടുക്കുന്ന സമയത്ത് നമ്മൾ കേരള ഇന്ത്യ എന്നുള്ളൊരു കൺട്രിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിൽ നമുക്ക് എത്ര രാജ്യങ്ങൾ വേണേലും ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഡിസ്ട്രിക്ട് ബേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് എത്ര കിലോമീറ്റർ പരിധിയിലാണ് വേണ്ടി എന്നുള്ളത് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. 17 കിലോമീറ്റർ ആണ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഒരു 40 കിലോമീറ്റർ വരെ എന്ത് ചെയ്യാം, അത് കൊടുക്കാൻ പറ്റും. 40 അതിൻ്റെ മുകളിലൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇനി പിൻകോഡ് വെച്ചിട്ട് ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇത്രയും ഓപ്ഷൻസിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഷോ മോർ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ പിന്നെ ഓഡിയൻസിന്റെ ലാംഗ്വേജ് ഇത് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. ഇപ്പം നമ്മളെ ഓഡിയൻസ് മലയാളീസ് ആണെങ്കിൽ മലയാളമാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ അതെല്ലാം ഇപ്പോൾ പുറത്തൊക്കെ രാജ്യത്ത് ചെയ്യുന്നവരാണെങ്കിൽ പല കൺട്രീസിലുള്ളവരുണ്ടാവും പല ലാംഗ്വേജിൽ. നമുക്ക് ഇവിടെ എത്ര ലാംഗ്വേജ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. നമുക്ക് എത്ര ലാംഗ്വേജ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്താൽ കൊടുക്കും. അപ്പോൾ നമ്മളെ ഓഡിയൻസിനനുസരിച്ചാണ് വരുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓഡിയൻസ് സജഷൻ ആണ്. ഇവിടെ നമുക്ക് ഏജ് കാറ്റഗറി വരുന്നുണ്ട്. പിന്നെ മെന്ന് വുമണ് ഏതാണെന്നുള്ളത് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കസ്റ്റമർ ഇൻട്രസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പിന്നെ ബിസിനസ്സിൻ്റെ നോക്കണമെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം ഏതാണ് വേണ്ടത് കൊടുക്കേണ്ടതെന്നുള്ളത് ആർക്കെങ്കിലും ഓക്കെ ആണെങ്കിൽ. ഹലോ, കാറിന്റെ സ്പെയർ പാർട്സ് കാറിൻ്റെ സ്പെയർ പാർട്സ് അല്ലേ?
നമുക്ക് കാറ് റിലേറ്റഡ് ആയിട്ടുള്ള കാർ ഓണേഴ്സ് ഉണ്ടാവും. നമുക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ChatGPT-ന്റെ ഹെൽപ്പും കൂടി നോക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ടാർഗറ്റ് ഒക്കെ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. 25 to 60 വയസ്സിന് ആണ് ഏജ് കാറ്റഗറി വരുന്നത്. പിന്നെ അതേപോലെ ഓട്ടോമേറ്റീവ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് ഏതൊക്കെ പാർട്സ് ആണുള്ളത്. ഓട്ടോമേറ്റീവ് പാർട്സ് ആണെങ്കിൽ ഡീലർഷിപ്പ്, ഒക്കെ നമുക്ക് ഇവിടെ ഒരു ഓഡിയൻസിന് കിട്ടിയിട്ടുണ്ട്. ഓട്ടോമേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ അതേപോലെ ഓട്ടോമൊബൈൽസ്, വെഹിക്കിൾസ്, പിന്നെ വേണമെങ്കിൽ നമുക്ക് ലക്ഷറി വെഹിക്കിൾസ് എന്ന് പറഞ്ഞ ഒരു ഇത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഇവിടെ വെഹിക്കിൾസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഇതൊക്കെ നമുക്ക് കാറ്റഗറി ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഏജ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം എത്ര വേണമെങ്കിൽ. നമ്മളോട് ഒരു 25 to 60 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മെന്ന് വുമൺ ഉണ്ട്. നമുക്ക് കൂടുതലും ഇങ്ങനത്തെ സ്പെയർ എടുക്കാൻ സാധ്യതയുള്ള മെന്നാണ്. അപ്പോൾ മെന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാനുള്ളത്. പിന്നെ ഇനി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻസ് പറഞ്ഞത് പ്ലേസ്മെന്റ് ആണ്. ഇതിൽ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യണം എന്നൊന്നുമില്ല.
പ്ലേസ്മെന്റ് നമുക്ക് ഫുള്ള് പ്ലേസ്മെന്റ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പിന്നെ ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇവിടെ മാനുവൽ പ്ലേസ്മെന്റ് എടുത്താൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഓഡിയൻസ് നെറ്റ്വർക്ക്, മെസ്സഞ്ചർ. ഇതിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിൽ മാറ്റി കൊടുക്കാൻ പറ്റും പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പരസ്യം ഏതൊക്കെ ലൊക്കാലിറ്റിയിൽ കാണിക്കണം, ഏതൊക്കെ പ്ലേസ്മെന്റ്, അതായത് ഈ ഒരു ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഏതിലേക്ക് കാണിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് പ്ലേസ്മെന്റ് ഇട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് അത്രയും ഓഡിയൻസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒരു ക്യാമ്പയിന് റൺ ചെയ്യാനുള്ള അത്യാവശ്യം കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് ആഡ് റൺ ചെയ്യുന്നതിനനുസരിച്ച് അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ പോവാം. അവിടെ അത്രയും കാര്യങ്ങളാണ്. അത് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പിന്നെ നമ്മളെ പോസ്റ്റർ, വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു നെയിം വേണമെങ്കിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ ആഡ് ക്രിയേറ്റീവ് എന്നാണ്. ഇവിടെയാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ പോസ്റ്റർ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇമേജ് ആഡ് ആണോ വീഡിയോ ആഡ് ആണോ എന്നുള്ളത്. അതായത് നമ്മൾ ചെയ്യുന്നത് വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, പോസ്റ്റർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇമേജ് എന്നുള്ള കൊടുക്കുക. ഞാനും ഇവിടെ ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ പിന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചതായതുകൊണ്ട് കുറേ ഇമേജസ് വന്നിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ ഇതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡിൽ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാണ്. നമ്മളെ ഫോണിലാണെങ്കിൽ ഗാലറിയിലാവും ഉണ്ടാവുക. അവിടുന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതുപോലെ ഓപ്പൺ ആയി കൊടുത്താൽ ഇവിടെ വരും. ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നമ്മളെ പിന്നെ കൊടുത്ത പോസ്റ്ററിന്റെ സൈസ് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ മേലൊക്കെ ഒറിജിനൽ ആണ് വരിക. ഒന്ന് മാത്രം നമുക്ക് റെക്കമെൻഡഡ് എന്നാണ് കാണിക്കുന്നത്. അത് ചെറിയ സൈസിലുള്ള വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ ഒറിജിനൽ ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു വാർണിംഗ് കാണിക്കും, പക്ഷെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇഷ്യൂസ് ഇല്ല. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോ നമ്മളെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രൈമറി ടെക്സ്റ്റ്, പിന്നെ അതേപോലെ ഹെഡ്ലൈന്, ഡിസ്ക്രിപ്ഷന്, ഈ 3 കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പ്രൈമറി ടെക്സ്റ്റ് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, കണ്ടന്റ് കാര്യങ്ങൾ നമ്മൾ പിന്നെ ചെയ്തിട്ട് ഇവിടെ കൊടുക്കാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്താലും എന്ത് ചെയ്യുക, റിസൾട്ട് കിട്ടും. ഇത് നമ്മളൊരു വേറൊരു സെപ്പറേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഒന്നും കൊടുക്കാനില്ലാണ്ട് ഇങ്ങനെയെങ്കിലും കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ആ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് ആളുകൾ നമുക്ക് എൻക്വയറീസ് ആയിട്ട് വരും. പിന്നെ ഇവിടേക്ക് ചാറ്റ് എസ് എന്നുള്ളിടത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ചാറ്റ് ഓൺ വാട്സപ്പോ, പിന്നെ അതേപോലെ നമുക്ക് പിന്നെ മലയാളത്തിലുള്ള കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും.
ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കോണ്ടാക്ട് അസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്കൊരു ഡിസ്ക്രിപ്ഷന് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ഏറ്റവും താഴെ നമുക്ക് കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഇത് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്കിപ്പോൾ വേണ്ടത് വാട്സപ്പിലോട്ടാണ് മെസ്സേജ് വരേണ്ടത്. ആ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് സെൻഡ് വാട്സപ്പ് മെസ്സേജ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല, ഡൺ കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പോസ്റ്റർ അപ്ലോഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു വൺ പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓക്കെ, യുവർ ആഡ് വാണ്ട് ടു ഡെലിവർ ടു വൺ പ്ലേസ്മെന്റ്. ഏതോ ഒരു പ്ലേസ്മെന്റിൽ നമ്മൾ ആഡ് റൺ ആവില്ല, ഒരു സൈസിന്റെ പ്രശ്നം കൊണ്ടാണ്. അത് നമുക്ക് അത്ര ഇഷ്യൂസ് ഇല്ല. ഒരുപാട് പ്ലേസ്മെന്റ്, ഒരു 10 പ്ലേസ്മെന്റിലൊക്കെ ഇവിടെ വാർണിംഗ് കാണിക്കാൻ മാത്രമാണെങ്കിൽ നമ്മൾ പോസ്റ്റർ ചേഞ്ച് ചെയ്യാവും നല്ലത്. ഓക്കെ, നമ്മൾ ആ ഒരു കൊടുത്ത ലിങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട് പ്രിവ്യൂല്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആളുകൾ വരും. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള നമുക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമുക്ക് മെസ്സേജ് വരുന്ന സമയത്ത് എന്തൊക്കെയാ കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ ഞാൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ യൂസ് എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് വരുന്ന സമയത്ത് ഇങ്ങനൊരു ഇതാണ് കാണിക്കുക. അപ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് വരൽ ഇങ്ങനെ ഒരു മെസ്സേജാണ്, ഹലോ ക്യാൻ ഐ ഗെറ്റ് മോർ ഇൻഫോ ഓൺ ദിസ് എന്നുള്ള അതിൻ്റെ ഒരു പ്രിവ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ സേവ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ആഡ് റൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയി. നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ് കൊടുക്കാം. എന്തെങ്കിലും എറർ മെസ്സേജ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഇൻ ഡ്രാഫ്റ്റ് എന്നുള്ള അവിടെ കാണിക്കും. ഇപ്പോൾ നോർമലി നമ്മൾ ഈ ഒരു ക്യാമ്പയിന് എറർ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ് കൊടുക്കാം. എന്തെങ്കിലും എറർ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കും പബ്ലിഷ് കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, നമുക്കിപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല, ആഡ് പബ്ലിഷ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 2 മണിക്കൂർ സമയം എടുക്കും നമ്മളൊരു ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം പ്രോസസ്സിംഗ് ആണ് കാണിക്കുക, പിന്നെ നമ്മൾ കൊടുത്ത പോസ്റ്റർ കാര്യങ്ങൾ റിവ്യൂവിന് പോയിട്ട് നമ്മൾ ആഡ് റൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഫേസ്ബുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു അപ്രൂവൽ തരും. അപ്രൂവൽ കഴിഞ്ഞിട്ട് പിന്നെ ചില ആളുകൾക്ക് 2 മണിക്കൂറാണ് മാക്സിമം പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ആവും. ഞാനത് ഫേക്കായിട്ട് ഉണ്ടാക്കിയൊരു ആഡ് ആയതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആവശ്യമില്ലാത്തതാണെങ്കിൽ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് നമ്മൾ അക്കൗണ്ട് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ജസ്റ്റ് ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നതുമായിട്ട് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്